വാരണസിയിലെ ഗ്യാൻവാബി മസ്ജിദ്, മധുരയിലെ കൃഷ്ണക്ഷേത്രത്തിനടുത്തുള്ള ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, കുതുബ് മിനാർ, താജ്മഹൽ, ഇൻഡോറിലെ കമൽ മൗല മസ്ജിദ് എന്നിവയ്ക്കെതിരെയെല്ലാം അവകാശവാദം ഉന്നയിച്ച് വിവിധ കോടതികളിൽ ഹർജി നിലനിൽക്കുന്നുണ്ട്. ഓരോന്നോരോന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സംഘ്പരിവാർ. ഹർജി നൽകുന്നതിന് പിന്നാലെ സർവേ നടത്തി വിധി പറയുന്ന കോടതികളുടെ വിചിത്ര നടപടികൾക്കും നാം സാക്ഷികളാണ്. ഈ സംഭവങ്ങൾ കാണുമ്പോൾ അതങ്ങ് നോർത്തിലല്ലേ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ഇപ്പോൾ കേരളത്തിലും ചെറിയൊരു വിത്ത് പാകിയിരിക്കുകയാണ്. ഗുരുവായൂരിലെ പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നുവെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവിന്റെ പ്രസ്താവനയായിരുന്നു വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു ഗുരുതര ആരോപണം. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ ദേവാലയമാണ് പാലയൂർ പള്ളി. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള പള്ളി സെന്റ് തോമസ് സ്ഥാപിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മലയാറ്റൂർ പള്ളി എങ്ങനെയുണ്ടായെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ മാതൃഭൂമി വാരികയിൽ എഴുതിയിട്ടുണ്ടെന്നും അത് വായിച്ചാൽ ബോധ്യമാകുമെന്നും RV ബാബു കൂട്ടിച്ചേർത്തിരുന്നു. അർത്തുങ്കൽ പള്ളി ക്ഷേത്രമായിരുന്നുവെന്ന് RSS സൈദ്ധാന്തികൻ TG മോഹൻദാസ് പറഞ്ഞത് ശരിയാണെന്നും RV ബാബു പറഞ്ഞിരുന്നു. പ്രസ്താവനയ്ക്ക് പിന്നാലെ രൂക്ഷ വിമർശനങ്ങളും വിവാദങ്ങളും തലപൊക്കിയതോടെ നിലപാട് മാറ്റി അദ്ദേഹം ഉടൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ക്രൈസ്തവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ തന്റെ പ്രസ്താവന വിവാദമാക്കുകയാണെന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ക്രൈസ്തവരെ ഇളക്കാനുള്ള തന്ത്രം വിലപ്പോവില്ലെന്നുമാണ് RV ബാബു ഫേസ്ബുക്കിൽ കുറിച്ചത്. പിന്നാലെ RV ബാബുവിന് മറുപടിയുമായി തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് രംഗത്തെത്തുകയും ചെയ്തു. RV ബാബുവിന്റെ പ്രസ്താവന ചരിത്രം വളച്ചൊടിക്കലാണെന്ന് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ചരിത്രം പഠിച്ചാൽ ഇതിന്റെയൊക്കെ സത്യം മനസ്സിലാകും. 2000 വർഷത്തെ പഴക്കമുണ്ട് ഭാരത കത്തോലിക്ക സഭയ്ക്ക്. പാലയൂരിൽ അന്നു മുതൽ ക്രിസ്ത്യൻ മതമുണ്ട്. പാലയൂർ പള്ളി ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഗുരുവായൂരിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ സെന്റ് തോമസ് സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളികളിൽ ഒന്നാണ് പാലയൂർ പള്ളി. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിനൊപ്പം രാജ്യത്തെ ആദ്യ ക്രിസ്തീയ ദേവാലയങ്ങളിൽപ്പെട്ടതാണ് ഈ പള്ളി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന സമയം തൊട്ട് പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നും RV ബാബു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അർത്തുങ്കൽ പള്ളി ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് RSS നേതാവ് TG മോഹൻദാസ് പറഞ്ഞത് ശരിയാണെന്നും 50 വർഷം മുൻപ് പുറത്തിറക്കിയ സുവനീറിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നും RV ബാബു പറഞ്ഞിരുന്നു. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ ശിവക്ഷേത്രം വീണ്ടെടുക്കുകയാണെന്ന ജോലിയാണ് ഹിന്ദുക്കൾ ചെയ്യേണ്ടത് എന്നായിരുന്നു RSS സൈദ്ധാന്തികനായ TG മോഹൻദാസ് മുൻപ് ട്വീറ്റ് ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്താണ് അർത്തുങ്കൽ പള്ളി എന്ന സെന്റ് ആൻഡ്രൂസ് ബസലിക്ക സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ വടക്കുംനാഥന്റെ സ്ഥലത്താണ് പുത്തൻ പള്ളിയും കോളേജും നിൽക്കുന്നതെന്നും അത് തിരിച്ചുപിടിക്കുമെന്ന് ഹിന്ദുത്വ നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. വടക്കുംനാഥന്റെ ഏക്കർ കണക്കിന് ഭൂമികളിലാണ് പള്ളിയും റോമൻ കത്തോലിക്ക രൂപതയും പൊങ്ങിയതെന്നായിരുന്നു കുറിപ്പിലെ പ്രധാന ആരോപണം.